ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയിൽ അൾട്ടോയിൽ നമ്മൾ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് നമ്മൾ പഴയ സെൻട്രൽ ലോക്കായിരുന്നു, അത് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വർക്ക് ചെയ്ത് അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിയിരുന്നു. അപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ ലോക്ക് നന്നാക്കുന്ന ഷോപ്പിൽ, അപ്പോൾ ഫസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ അവർ പറഞ്ഞത് സെൻട്രൽ ലോക്കിൻ്റെ കിറ്റ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യണം, എന്നാലേ ഇത് റെഡി ആവുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ റെഡി ആവില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. കാരണം അവർ ജസ്റ്റ് ഒന്ന് അടി നോക്കി ഇതിൻ്റെ സാധനമൊന്നും ഇല്ലാത്ത കംപ്ലൈൻ്റ് ആണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴിവാക്കിയിട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, വേറൊരു ഷോപ്പിൽ ജസ്റ്റ് കൊണ്ടുകൊടുത്തപ്പം അവിടെ നിന്നാണ് അവർ ജസ്റ്റ് ഒരു വയറ്, അതായത് ആ ഒരു കാണുന്ന വയറില്ലേ, അവിടെ ജസ്റ്റ് ഒരു വയറ് ഒന്ന് ഇട്ടപ്പോൾ ആ സെൻട്രൽ ലോക്ക് റെഡിയായി. നമ്മൾ ആദ്യം ആ ഒരു സ്ക്രൂ തുറക്കാൻ നോക്കിയപ്പോൾ ആ സ്ക്രൂ പൊട്ടി. പിന്നെ ഒരു ഹോൾ ഇട്ടിട്ട് വേറൊരു സ്ക്രൂ സെറ്റാക്കിയിട്ടാണ് നമുക്ക് ഈ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ തന്നെ അവർ ഫുള്ള് സെറ്റ് മാറ്റാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വേറൊരു ഷോപ്പിലൂടെയും ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒരു വയറ് മാത്രം, ₹1 ചിലവും ഇല്ലാതെയാണ് ആ സെൻട്രൽ ലോക്ക് റെഡിയാക്കി തന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ കിറ്റും ഫുള്ളായിട്ട് മാറ്റണമെന്നാണ് പറഞ്ഞത്. നമ്മളിതാ AC വയറും പമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ AC സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം എന്ത് ചെയ്യുക, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് നന്നാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ വേഗം എന്ത് ചെയ്യുക, വേറൊരു ഷോപ്പിലൂടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വിഷയമായിരിക്കും, അതിനായിരിക്കും പോലും ഫുള്ളായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറയണേ. അപ്പോൾ നമ്മളെ കാറിൻ്റെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്, നമ്മളെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ നമ്മളെ ഡിക്കിയും കാര്യങ്ങളൊന്നും ഇതിൽ ഓപ്പൺ അല്ല, നമ്മളെ ഡോറിൻ്റെ ലോക്ക് മാത്രമാണ് ഇതിൽ സെറ്റാക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ സെറ്റായിട്ടില്ല. പിന്നെ നമുക്ക് അടുത്ത ചെയ്യാനുള്ളത്, നമ്മളെ ഈ ഒരു ഗ്ലാസ് മിററിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കണം എന്നുണ്ട്. ഒന്നെങ്കിൽ വേറൊരു ഇതൊരു മിറർ മാറ്റണം, ഇല്ലയെന്നുണ്ടെങ്കിൽ മിററിൻ്റെ ബാക്കിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതാ ബെറ്റർ നോക്കിയിട്ട്, ചിലവ് കുറവ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാനാണ് ഇപ്പം മനസ്സിലുള്ളത്. അപ്പോൾ അതുകൂടി മാറ്റിയാൽ വണ്ടി കാണാൻ കുറച്ചുകൂടി ഒന്ന് ലുക്കാവും. അപ്പോൾ നമ്മളിതാ ഡോർ തുറക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡോർ സ്വിച്ചൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ ഹോണിൻ്റെതാ ഈ ഒരു സംഭവം, എയറോണിൻ്റെ ടൂണ് ചേഞ്ച് ചെയ്യണ സംഭവങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി കാർ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ സെറ്റപ്പ് ഉണ്ടായിന്, അതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുപോകുന്നതാണ്. പിന്നെ അതേമാതിരി കാർ ചാർജറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതാണ്. അതിലും പവറും കാര്യങ്ങളൊക്കെ എത്തിന് നമ്മൾ ജസ്റ്റ് കാർ ചാർജറും ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് നമ്മളെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം എല്ലാ വർക്കും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ചുകൂടി വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും വരാണ്ട്, അപ്പോൾ അതുകൂടി ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ ഞാൻ ഇത് കാണിച്ചു തരാം. ജസ്റ്റ് സെൻട്രൽ ലോക്ക് ഓപ്പണും ഇതും ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് ജസ്റ്റ് ഓപ്പൺ ആക്കുക, ഡോർ ഓപ്പണിങ്ങും ഡോർ അടക്കുക, ആ ഒരു സെറ്റപ്പ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ ഇപ്പം തൽക്കാലം ചെയ്തിട്ടുള്ള വർക്കുകൾ. ഇനി നമ്മൾക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവും, ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. ഓരോ വർക്കും ഓരോന്നും വീഡിയോ ആക്കിയിട്ട് തന്നെ നമ്മൾ ഫുള്ള് സെറ്റാക്കി ചെയ്യും. ഇപ്പം ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഓവറോൾ ലുക്ക്. ഇതാണിപ്പോൾ. ഇനി നമുക്കിതിൽ കുറേ ചേഞ്ച് ചെയ്യാണ്ട്, മുകളിൽ ബ്ലാക്ക് സ്റ്റിക്കർ അടിക്കാണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികൾ ഇനി ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോയിൽ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.